കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. കഴുതകളെ പറ്റി തിട്ടമായിട്ട് കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു. അടുത്ത പദം, എങ്കിലും ശമൂവേൽ രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. അത് അറിയിച്ച ഉപ്പാപ്പനാന്നേലും ടോർപ്പിടോ വെക്കും. ഉപ്പാപ്പനാന്ന് പറഞ്ഞാലൊന്നും കാരണം രാവിലെ അവിടെ നിറങ്ങാൻ നേരത്ത് ശൗനോട് പറഞ്ഞേ, കൃത്യം മുമ്പേ പോകാൻ പറ, നീ അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് അരുളപ്പാട് പറയാനോ. അപ്പോൾ തൈലപാത്രത്തിൽ തൈലമെടുത്ത് ശേരേശിലോട്ട് ഒഴിച്ചേച്ച് പറഞ്ഞു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവാക്കി തീർത്തിരിക്കുക. നീ ഇന്ന് എന്നെ പിരിഞ്ഞ് സെൽസക്കിൽ റാഗേലിന്റെ കല്ലറക്കരികെ ചെല്ലുമ്പോ രണ്ടാളെ കാണും. നീ എന്നെ പിരിഞ്ഞ് സെൽസക്കിൽ റാഗേലിന്റെ കല്ലറക്കരികെ ചെല്ലുമ്പോ രണ്ടാളെ കാണും. പിന്നെ അത് ഞാൻ എല്ലാ ഭാഗവും പറഞ്ഞില്ല. ഈ അഭിഷേകം അങ്ങോട്ട് ഒഴിച്ചേച്ച് ശൗമേല് ദൂര് പറയുകയാ, നീ എന്നെ അഭിഷേകം ഇപ്പൊ പ്രാപിച്ചു, ഞാൻ ശിരസിൽ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്, നീ രാജാവാകാൻ പോവാ. പക്ഷെ ഒരു കാര്യം, നീ എന്നെ പിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സെൽസക്കിൽ റാഗേലിന്റെ കല്ലറ കരികെ കൂടെ പോകുന്നത്. അതൊരു ഗുണദോഷം, ഒരു വാണിംഗ്. ഒരു വാണിംഗ് എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് ആണ് മുന്നറിയിപ്പ്. ഇരിക്കട്ടെ, ഒരു മുന്നറിയിപ്പ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ആണ്ട് തീരുകയല്ലേ. ഒരു വാണിംഗ് കൊടുത്തു. നീ എന്നെ പിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സെൽസക്കിൽ റാഗേലിന്റെ കല്ലറ കരികെ എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് രാജാവായിട്ട് പോവുക. ആ കല്ലറ കണ്ടേച്ചേ നീ അങ്ങോട്ട് പോകാവൂ. അതിന് റാഗേലിന്റെ കല്ലറ എന്ന് പറയാൻ കാര്യം, വേറെ എത്രയോ പെണ്ണുങ്ങൾ മരിച്ചവരുടെ കല്ലറ എന്ന് പറഞ്ഞില്ലല്ലോ. സാറായിയുടെ കല്ലറ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ലേയാമ്മയുടെ കല്ലറ എന്ന് പറഞ്ഞോ? ഇല്ല. റിബേക്കാമ്മയുടെ കല്ലറ എന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ഇത് തന്നെ പറയാൻ കാര്യം. റാഗേലിന്റെ കല്ലറ പറയാൻ കാര്യം, ഒന്ന്, നിന്റെ വല്യമ്മച്ചിയായത്. സ്തോത്രം. കാരണം നീ ബെന്യാമീൻ ഗോത്രക്കാരനാ, മനസ്സിലായോ? ബെന്യാമീന്റെ അമ്മയാ റാഗേൽ. നിന്റെ വല്യമ്മച്ചിയുടെ കല്ലറ ഒന്ന് കാണണം. അതിനെ അത് പറയാം. നിന്റെ വല്യമ്മച്ചി മിടുമിടുക്കിയ, പക്ഷെ അമ്മച്ചി അവിടെ അതെവിടെ പോവാ? അമ്മച്ചിയാണോ? കുഴപ്പമില്ല, അത്യാവശ്യം അന്നേ പോവും. നിന്റെ വല്യമ്മച്ചി കല്ലറ കാണാൻ പറയാൻ കാര്യം, നിന്റെ വല്യമ്മച്ചി പണ്ട് വല്യമ്മച്ചിയുടെ അപ്പനൊക്കെയാ പത്തനഹരാമില്ലേ അപ്പനെ. പക്ഷെ വല്യമ്മച്ചി അവിടെ നിന്ന് ഒരു ചെറിയ മോഷണം നടത്തി. ഗ്രഹമല്ല, ഗൃഹബിംബം. നിന്റെ വല്യമ്മച്ചി പണ്ടൊരു മോഷണം നടത്തി. നിന്റെ വല്യമ്മച്ചി അടിച്ചു മാറ്റാൻ മിടുക്കിയ. സ്തോത്രം. ആര് പറഞ്ഞില്ലല്ലോ, ജേക്കബ് പോലും പറഞ്ഞില്ല അമ്മാമ അടിച്ചു. അമ്മാമ അത് ഒട്ടകക്കോപ്പിനകത്ത് ഒളിപ്പിച്ചു. ഈ മോഷണം ഒരു കലയാ കേട്ടോ. മോഷണം ഒരു കല. പിന്നെ നമ്മളെ കൊണ്ട് നോക്കത്തില്ല. ബെണ്ടി ചോവ് എന്ത് കലാപരമായിട്ടാവൻ. നമ്മളപ്പുറം ഇരുന്ന് വേന എടുത്താൽ നമ്മുടെ കൈ അവനെല്ലാം കൂടെ കുത്തി തുറന്നെടുത്ത് എന്തോ കലാപരമായിട്ടാകുമ്പോൾ. മോഷണം കലയാ. ആ കലയിൽ അമ്മാമയാണ് യുവജനോത്സവത്തിൽ ഫസ്റ്റ്. ആരാ? റാഗേൽ. റേച്ചലമ്മാമ. അമ്മാമ കലാപരമായിട്ട് മോഷ്ടിച്ചു. എവിടുന്ന്? അപ്പന്റെ വീട്ടിൽ നിന്ന്. എന്തോ മോഷ്ടിച്ചു? ഉമ്മച്ചൻ പറഞ്ഞു ഗൃഹബിംബം. സ്തോത്രം. എന്നിട്ട് അമ്മാമ അത് ഒട്ടകക്കോപ്പിനകത്ത് ഒളിപ്പിച്ചു. ഒട്ടകക്കോപ്പിനകത്ത് ഒളിപ്പിച്ചു. അമ്മാമ ഇതുമൊക്കെ തൂക്കിക്കൊണ്ടാ ഇപ്പം പാട്ട് പാടി വരിക, മോക്ഷയാത്രയാണിത്. അപ്പൊ ഇത് ഒരാളി ബിംബമേ, ബിംബം കടന്ന ഒരാടി, മോക്ഷയാത്രയാണിത്. അതെന്ന് വെച്ചാൽ അമ്മാമ അതന്നെ, അത് പുതിയ ഒരു വാദ്യോപകരണമാണ്. ഞാൻ സ്റ്റേറ്റിൽ പോയിട്ട് വന്നപ്പം സമയമായതുകൊണ്ട് പറയുന്നില്ല, നിർത്തുക. അടിച്ചു മാറ്റി. ജേക്കബ് പറഞ്ഞില്ല, സഹോദരി അറിഞ്ഞില്ല, കൊച്ചുങ്ങൾ ആരും അറിഞ്ഞില്ല.
ലാബാൻ വന്നിട്ട് അത് ക്രമീകരിച്ചുമില്ല. ക്രമീകരിക്കാൻ അവസരം കൊടുത്തതാ, ക്രമീകരിച്ചില്ല. സംഭവിച്ചത് എന്നാന്നറിയാമോ? എഫ്രാത്തിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴി വെച്ച് പാട്ടു. അവള് പ്രസവിച്ചു. കഠിനവേദന എന്ന ആശയം രക്തം പോവുക, ബ്ലഡ് പോവുക. അപ്പം വന്ന് പണ്ട് ചോദിച്ച് കൂടാരത്തിനകത്ത് കയറി പരിശോധിച്ചു. അയ്യോ, നിങ്ങൾ പോകുന്നേ പിന്നെ എന്റെ ബിംബവും കാണുന്നില്ല. അപ്പൊ ഇയാൾക്ക് പറഞ്ഞു, അപ്പച്ചാ ഞാനാരുടെയും ബിംബം അല്ല, ഞങ്ങള് ബിംബാരാധനക്കാരല്ലോ. എന്തായാലും കൊള്ളാം, നിങ്ങൾ പോകുന്നേ പിന്നെ ആ ബിംബം. ഉടനെ ഇയാൾക്ക് പറഞ്ഞു, കൂടാരത്തിൽ കയറി പരിശോധിക്കുക, ആരുടെയും കയ്യിൽ കണ്ട അവൻ മരണയോഗ്യൻ, മരിച്ചോട്ടെന്ന്. കാരണം പുള്ളി നിരപരാധിയാ, പുള്ളി ഇതൊന്നും അറിയുന്നില്ല. ലാഭാങ്കാർ മുഴുവൻ പരിശോധിച്ചു, കണ്ടില്ല. ലാസ്റ്റ് ആണ് പൊന്നുമോടെ കൂടാരത്തിലോട്ട്, റേച്ചൽ ആന്റിയുടെ കൂടാരത്തിലോട്ട്. റേച്ചൽ ആന്റി പറഞ്ഞു, പപ്പ ഞാൻ ഫാസ്റ്റിങ്ങിലാണ്, ഞാൻ ഫാസ്റ്റിംഗാ 21 days, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഞാൻ പായിട്ട് കഴിഞ്ഞാൽ അത് 21 കഴിഞ്ഞ ഭയങ്കര പ്രയറാ. ഞാൻ ഈ പായിട്ട് കഴിഞ്ഞാൽ 21 കഴിഞ്ഞ ഇന്ന് മേളിൽ നിന്ന് ഞാൻ അടിയെ കൊണ്ട് കുടിച്ചിട്ടേച്ചേ മേളിലിരിക്കുക. അപ്പൻ അത് ഇവള് പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പാടില്ല. ദൈവം ഇത് കേട്ടു. നിങ്ങളെ പരിജ്ഞാനത്തോടെ ചിന്തിച്ചോ, ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടിച്ചു. ഏത് വിഷയത്തിൽ കള്ളം, ഞാനാന്നേലും നിങ്ങളാന്നേലും, ഏത് വിഷയത്തിൽ ഇവള് കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ പിടികൂടി. അതാ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ബെന്യാമീനെ പ്രസവിച്ചപ്പം നിൽക്കുന്നില്ല. അതാ കഠിനവേദന. ഞാനങ്ങ് നിർത്താം. എനിക്ക് ഇങ്ങനെ വചനത്തിന്റെ ചില ഭാഗത്തേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ട് പറയാനും ഇഷ്ടമാണ്. നിങ്ങൾ പലരും ആസ്വദിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിൽ അപ്പനെ കളിപ്പിച്ചു, ഹസ്ബൻഡിനെ കളിപ്പിച്ചു, ചേട്ടത്തിയെ കളിപ്പിച്ചു, പിള്ളാരെ മൊത്തം കലാപുലി പോലുള്ള 12 എണ്ണത്തിനെ കളിപ്പിച്ചു, സകല എണ്ണത്തിനെ കളിപ്പിച്ച് മിടുമിടുക്കിയായിട്ട് പോയതാ. ഒടുവിൽ പിടികൂടി. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ പിടികൂടി. അതുകൊണ്ടാ ശൗലിനോട് പറഞ്ഞത്, വല്യമ്മച്ചിയുടെ കല്ലറയൊന്ന് കണ്ടേച്ച് അങ്ങോട്ട് നിന്നെ ഇപ്പൊ രാജാവാക്കി. നീ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ, നീ വ്യവസ്ഥയെ നിന്നില്ലെങ്കിൽ, അത് ഞാൻ എന്നോടാ കാവാലം പാസ്റ്റോട് തന്നെ അങ്ങ് പറയാം. അനീഷ് കാവാലം പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ, അനീഷ് കാവാലം വിശ്വസ്തനല്ലെങ്കിൽ, അനീഷ് കാവാലം ക്ലിയർ അല്ലെങ്കിൽ ദൈവം പിടിക്കും. ഇവിടെ ഇട്ട് പിടിച്ചില്ല, എറണാകുളത്തിട്ട് പിടിക്കും. എറണാകുളത്തിട്ട് പിടിച്ചില്ല, കോയമ്പത്തൂരിട്ട് പിടിക്കും. കോയമ്പത്തൂർ പിടിക്കാനത്തില്ല, കോഴിക്കോട്ടിട്ട് പിടിക്കും. എവിടെങ്കിലും നിന്നെ പിടിക്കും. ഞാൻ കാവാലമാ തൂവാലമാന്ന് പറഞ്ഞാലൊന്നും ദൈവസന്നിധി പോലെ പോവുകയല്ല. വിശ്വസ്തയോട് പരമാർത്ഥതയോട് ദൈവത്തിന്റെ പൈതലേ നമുക്ക് ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാം. ഈ വരുന്ന വർഷം ഞാൻ എന്നെ സമർപ്പിക്കുക. നമുക്ക് ദൈവം ആയുസ് തരുന്നെങ്കിൽ, മനുഷ്യനാ തെറ്റും കുറ്റവും അപാകത ന്യൂനതയൊക്കെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ട്. ആരും പൂർണ്ണരല്ല. നമുക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുക. പക്ഷെ വന്ന തെറ്റ് ഏറ്റു പറഞ്ഞ മുമ്പേ ആരോ പറഞ്ഞ പോലെ ഉപേക്ഷിക്കണം. ഇനി അത് ആവർത്തിക്കരുത്. അത് ഞാനും നിങ്ങളും. ഈ പുതിയ വർഷം ദൈവം നമുക്ക് തരുന്നെങ്കിൽ വിശ്വസ്തയോടെ, വിറയലോടെ, ഭക്തിയോടെ, ദൈവകൃപയോടെ ജീവിക്കുവാൻ ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം. ആ ഒരു കാര്യം പറഞ്ഞെങ്കിൽ നിർത്താ, നിന്റെ ദൈവം വിശ്വസ്തനാ. നിന്നെ തള്ളിക്കളയത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല. വരുന്ന വർഷം ദൈവം നിന്നെ മാനിക്കും. നിന്നെ സന്തതിക്കാൻ ദൈവം മാനിക്കും. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണപാനീയമില്ല അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. സർവജീവജാലങ്ങൾ സർവജീവജാലങ്ങൾ വരുത്തുന്ന പരിപാലകനല്ലോ, വരുത്തുന്ന പരിപാലകനല്ലോ. ഒരു നാട് അനാഥനായി വിടുകില്ലെന്നാരും നീയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാട് അനാഥനായി
നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേ നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേ അസമയം പാഴാക്കാതെ യാത്ര തുടരാം. അസമയം പാഴാക്കാതെ യാത്ര തുടരാം. ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി അരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വീടുമില്ലെന്നരുളിയ കരുണാനിധേ. എക്കാലം പീഡിച്ചാനുദിനം മരുഭൂമിൽ നടത്താതെ തുലച്ചവനൊരു മറക്കുമില്ല. അത്തകട്ടി വേലി കട്ടി വീരബല ബലബല ഓ ദിബലബ ദുരബല ബലബല ദിബലബ ഗോരി ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം.